നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിരവധി ആൾക്കാരെ കാണാറുണ്ട്. അവർക്ക് പലർക്കും ഓരോ കഥകൾ പറയാനുമുണ്ട്. നമ്മൾ ബസ്സിലിരിക്കുമ്പോഴും അതുപോലെ ട്രെയിനിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ പെട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലോട്ടറി വിൽപ്പന കൊണ്ടും അതുപോലെ തന്നെ ഇഞ്ചിമുട്ടായി കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ട് അതുപോലെ ചില്ലറ വിൽപ്പനക്കാർ നമ്മളെ അടുത്ത് വരാറുണ്ട്. നമ്മളെ പലരും അവരെ അവഗണിക്കുകയും നമ്മൾ തന്നെ ഓർത്തിട്ടുണ്ട്, ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടാണോ ഇവർ ഈ ജോലിക്ക് ഇറങ്ങിയിരിക്കുന്നത്, വേറെ വല്ല പണിക്ക് പോകരുതോ എന്നൊക്കെ ഞാൻ ഉൾപ്പെടെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണവും ഉണ്ട്. ഇപ്പൊ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നില്ലേ, അപ്പം യാദൃശ്യമായി നമ്മളങ്ങ് ചിന്തിച്ചു പോകും. അങ്ങനെ ഒരു വ്യക്തിയുടെ ഉപജീവന മാർഗത്തിന്റെ കഥയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പേ എത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ലോട്ടറി കച്ചവടക്കാരൻ ഇന്ദുരാജ് ചേട്ടൻ. ചേട്ടനെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്നറിയാവോ? ചങ്ങനാശ്ശേരി പെരുന്തുരുത്തി റെയിൽവേ ക്രോസിൽ വെച്ചാണ് ചേട്ടനെ നമ്മൾ യാദൃശ്യമായിട്ട് കുറെ ദിവസങ്ങളിലായി ഞങ്ങൾ അതിലെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് പല ദിവസങ്ങളിലായി ചേട്ടൻ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പരിചയപ്പെട്ടപ്പോഴാണ് ചേട്ടന്റെ ഈ കഥകളൊക്കെ ഞാനെന്ന് അറിയുന്നത്. ഇന്ദിരാജ് ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴാണ് റോഡുകളിൽ ചില്ലറ വിൽപ്പന നടക്കുന്ന ഓരോ ലോട്ടറി തൊഴിലാളികളും പല പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ഉപജീവനമാർഗം നടത്തുന്നതെന്ന് അറിഞ്ഞത്. എന്റെ പേര് ഇന്ദുരാജ്. ഞാൻ ലോട്ടറി വിൽക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ലോട്ടറി വിൽക്കുമ്പോൾ പൊതുജനങ്ങൾക്കൊരു ധാരണയുണ്ട്, ഇവർക്ക് എന്താണ് ഇവർക്ക് ഈ ലോട്ടറി വിറ്റിട്ട്. അതായത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, എന്നെ സംബന്ധിച്ച് എനിക്ക് ഓപ്പൺ സർജറി കഴിഞ്ഞ ഒരു സ്ട്രോക്ക് കഴിഞ്ഞ് മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ലോട്ടറി വിൽക്കുന്നത്. ഈ ലോട്ടറി വിൽക്കുന്നത് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഒരു കണക്കിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ വെയിലത്ത് നടന്ന് എടുത്തും ഈ ടിക്കറ്റ് വിറ്റ് അതിന്റെ വരുമാനം സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുക. അതിലുപരി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വിൽക്കുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് പല സഹോദരങ്ങൾ ഈ ടിക്കറ്റ് നോക്കാനായിട്ട് വാങ്ങുന്ന കൂട്ടത്തിൽ 4-5 ടിക്കറ്റ് വണ്ടിക്കകത്തിന് നോക്കിയിട്ട് അകത്ത് താഴോട്ടിടും. ബാക്കി ടിക്കറ്റ് അവർക്ക് അറിഞ്ഞുകൂടാ അതിന്റെ കഷ്ടപ്പാടിനാണ്. രാവിലെ 6 മണിയാകുമ്പോൾ മുതൽ വൈകുന്നേരം 3 മണി വരെ ഈ ടിക്കറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ തീരുന്നിടം വരെയാണ് ഞങ്ങളുടെ വേവലാൽ. തീർന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനകത്ത് 10 രൂപ കിട്ടത്തുള്ളൂ. ഒരു ദിവസം എന്നെ സംബന്ധിച്ച് ഞാൻ വെക്കുന്ന 60 ടിക്കറ്റ്. ഈ 60 ടിക്കറ്റിൽ എനിക്ക് കിട്ടുന്ന 400 രൂപ. 400 രൂപയിൽ 100 രൂപയോളം ചെലവിന് പോകും. ബാക്കി 300 രൂപയാണ് എനിക്ക് കുടുംബത്തേക്ക് കൊണ്ടുപോകാനുള്ളത്. ഇത് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ സാധാരണപ്പെട്ട വിഷമങ്ങള് മറ്റുള്ളവരോട് അറിയണം, അതിനുവേണ്ടി പറയുകയാണ്. ഇത് താങ്കളിലൂടെ ഇത് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ പെരുന്തുരുത്തി റെയിൽവേ ക്രോസിന്റെ അടുത്ത് ടിക്കറ്റ് വയ്ക്കുന്നതാണ്. എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഈ ടിക്കറ്റ് വെച്ച് ഉപജീവന മാർഗം നേടുന്നു. കേരളത്തിൽ ഒരു ദിവസം 1 ലക്ഷാധിപതിയെ വീതം വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ ലോട്ടറി ടിക്കറ്റിലൂടെ. ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ആരെങ്കിലും സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ഒരു ടിക്കറ്റ് പോലും എടുക്കരുത്. എന്നാ വെച്ചാൽ ഇത് കള്ളത്തരത്തിൽ എടുക്കാൻ പാടില്ല. എന്നാ വെച്ചാൽ അത് അവനെ സംബന്ധിച്ച് ഞാൻ 60 ടിക്കറ്റ് എടുക്കുന്ന എനിക്ക് 4 ടിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ വേദന എന്താണെന്നുള്ളത് എനിക്കേ അറിയാവുള്ളൂ. അതുകൂടെ കൊണ്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ആരെങ്കിലും കുസൃതി തോന്നി ചെയ്യുവാണെങ്കിൽ അത് വലിയ തെറ്റാണ്. അത് ദൈവത്തെ ഓർത്ത് ഇനി അങ്ങനെ ചെയ്യരുത്. എന്റെ അനുഭവം കൊണ്ട് പറയുക, ഇത് എല്ലാവരും ഒത്തിട്ട് എന്ന് വിശ്വസിക്കുക. അങ്ങനെ ഞാനും 2 ലോട്ടറി ഒക്കെ എടുത്തു. ഇനിയെങ്കിലും ഇതുപോലുള്ളവർ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേന് പറ്റുമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ 2 ലോട്ടറി എടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇന്ദിരാജ് ചേട്ടൻ പറഞ്ഞ പോലെ എടുത്തില്ലെങ്കിലും അവരെ പറ്റിക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. എല്ലാവരെ പറ്റിയല്ല കേട്ടോ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ സ്ഥലത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.